ഇത് കണ്ടോ, അത് മറ്റൊരു വീടാണ്. അവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അതിന് മേലെതാ നമ്മൾ അടുക്കള ഭാഗമാണ് കാണുന്നത് കേട്ടോ. അടുക്കളൻ്റെ എന്താ പറയുക, മേലെ നമ്മൾ വെക്കുമല്ലോ, നമ്മുടെ റാക്കിൻ്റെ മുകളിൽ സാധനം വെക്കുന്ന ആ സാധനങ്ങളൊക്കെ അതേപോലെ അവിടെ ഉണ്ട്. അടുക്കള ഫുള്ളായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ വെള്ളം വന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രാത്രിയായി പോകുമല്ലോ, എല്ലാവരും ഉറക്കത്തിൽ പെടുന്ന ടൈമാണ്. പിന്നെ അതുമല്ല, ആ സമയം തന്നെ ഇവിടുന്ന് വീടുകളൊക്കെ ഒഴിഞ്ഞു പോയിരുന്നു. ഏകദേശം ഒരു ആ സൈഡിലുള്ള ഒരു 3-4 വീടുകൾ പിന്നെ പിറ്റേ ദിവസം തന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേനും ഇവിടുന്ന് ഇതിൻ്റെ ഒരു ചെറിയ സൂചന ഉണ്ട് അങ്ങനെയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത്ര കിട്ടി നമ്മൾ പ്രതീക്ഷിക്കണില്ല, നമുക്ക് ഇത്ര കിട്ടി കയറി വരലില്ലായിരുന്നു. എന്തായിരുന്നു സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വെള്ളം വരുന്നുണ്ട് ഒന്ന്. അങ്ങനെ ആ വെള്ളത്തിന് തന്നെ ഒരു പിന്നെ ചെറിയ ചേറ് വാസന വരും, ചളി കലങ്ങി വാസന വരും. അതിൻ്റെ കൂടെ പെട്ടെന്ന് നമ്മൾ ഈ ഒരു പിന്നെ ഹെലികോപ്റ്റർ താഴ്ന്ന് പറക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്, അതേമാതിരി ബാൻഡ് അടിക്കുന്ന സൗണ്ട് മാതിരി ഒന്നായിട്ട് മരം തമ്മിൽ കൂട്ടിയടിച്ചിട്ടും പിന്നെ അവിടെ വന്നിട്ട് ഒന്നായിട്ട് ഈ കവുങ്ങളൊക്കെ പൊട്ടിച്ച് വീഴ്ത്തിയിട്ട് അങ്ങനെ കറങ്ങി അടിച്ചിട്ടുള്ളൊരു ഇതിലാണ് കാണുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാൻ വരെ ടൈം കിട്ടുന്നില്ല. ഒരു 4 മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. വീടിൻ്റെ ഉള്ളിൽ വെള്ളം നമ്മളെക്കാട്ടി ആയിട്ട് വെള്ളമായി. 4 മിനിറ്റ് കൊണ്ടാണ് 4 മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാ പരിപാടിയും. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. എൻ്റെ ബാക്കിൽ കാണുന്ന വീടുകൾ, ഈ വീടൊക്കെ ആ ഇന്നലത്തെ ആ ഉരുൾപൊട്ടൽ വലിച്ചു പോയ വീടുകളും അതുപോലെ തന്നെ തകർന്ന വീടുകളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ചുരൽമല, ഇവിടുന്ന് ഏകദേശം 2-2.5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഉരുൾ പൊട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആഘാതമാണ് ഇവിടെ ഫുള്ളായിട്ട് അനുഭവിച്ചിട്ട് ഏകദേശം ഒരു 50ഓളം വീടുകൾ ഈ ഒരു ഏരിയയിൽ തന്നെ നഷ്ടപ്പെട്ടു പോയി. അതോടൊപ്പം തന്നെ നല്ല പുതിയ പുത്തൻ വീടുകളൊക്കെ ഈ പറഞ്ഞ വെള്ളം വന്നിട്ടും മണ്ണ് വന്നിട്ടും അടിഞ്ഞ് കയറി പോയിട്ടുണ്ട്. ഒരുപാട് ചാനലുകാർ വന്നിട്ടുണ്ട്, അതുപോലെ ഒരുപാട് രക്ഷാപ്രവർത്തകർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഭക്ഷണമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല സഹകരണത്തോടെ തന്നെ സംഗതി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിലവിൽ നല്ല മഴയാട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ ഇനിയും ഉരുൾപൊട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞു തരുന്നത്. ഇതുണ്ടോ, അത്യാവശ്യം വീടുകളൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊരു തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ വളരെ സംശയം തന്നെയാണ് കേട്ടോ. പിന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീടുകൾ മൊത്തമായിട്ടും അതുപോലെ തന്നെ ഭാഗികമായിട്ട് തകർന്നു പോയിട്ടുണ്ട്. ആ ഒരു വീടൊക്കെ കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. വീടിന് യാതൊരു കേടുപാടും മേലെ ഭാഗം പറ്റിയിട്ടില്ല, പക്ഷെ അടിഭാഗം മൊത്തം പോയി. ആ വീട്ടിലുള്ള സാധനങ്ങൾ കാണുന്ന കേട്ടോ, ഗ്യാസ് സിലിണ്ടർ, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, കസേരകൾ മൊത്തമായിട്ട് ഓക്കെ, ഇങ്ങനത്തെ ഒരുപാട് കാഴ്ച. ഇതിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കണമെങ്കിൽ തന്നെ വേസ്റ്റൊക്കെ മാറ്റി നോക്കണം എന്നാണ് ഈ രക്ഷാപ്രവർത്തകർ പറയുന്നത് കേട്ടോ. ആളുകൾ ഉണ്ടാവും തന്നെയാണ് അവർ പറഞ്ഞു തന്നെ. ഈ സംഭവം കണ്ട് നിങ്ങൾ 2 വീടിൻ്റെ ഇടയിൽ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, ആ വീടും അങ്ങോട്ട് പോയിട്ടോ. ആ വീടിൻ്റെ അവശിഷ്ടമാണ് അവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ വീട് ഫുള്ളായിട്ട് തകർന്നിട്ടുണ്ട്. ചാളി ഇങ്ങോട്ട് നിറഞ്ഞിട്ട് താഴെ തൊട്ട് മൊത്തം സീലിങ്ങിൻ്റെ അവിടെ വരെ വെള്ളം വന്നിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ ഒരു വീടും അങ്ങനെ തന്നെ കേട്ടോ. 2 നിലയുള്ള വീടുകൾ മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ, ബാക്കിയുള്ള എല്ലാം മണ്ണിൻ്റെ ചുവട്ടിലാണ്. രക്ഷാപ്രവർത്തകർ ഇഷ്ടംപോലെ വന്നിട്ട് കേട്ടോ. ഓക്കെ, അപ്പം നിലവിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ബോഡിയുണ്ട് എന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. കാരണം ഈ ഒരു എന്താ പറയുക വേസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഒരു ചണ്ടി ചമ്മലുകൾ നീക്കിയാൽ മാത്രമേ ഇതിൽ ബോഡിയുണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ നല്ല തെരച്ചിൽ നടത്തിയെങ്കിൽ മാത്രമേ എത്രത്തോളം ആളുകൾ നമുക്ക് ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്നുള്ള പറയാൻ പറ്റുള്ളൂ. ഇത്രയും ഭീകരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ ഈ 2 വീടിൻ്റെ മുറ്റാണ് ഈ കിടക്കുന്നത്. ഈ ഒരു വീടിൻ്റെ മുറ്റാണ് ഈ കിടക്കുന്നത് കേട്ടോ. അതായത് ഈ മറ്റൊരു വീടിൻ്റെ മുറ്റാണ് ഈ കിടക്കുന്നത്. 2ൻ്റെ ഇടയിൽ കൂടെയാണ് ആ ഒരു വീട് വിളിച്ചു പോയിട്ടുള്ളത്. അവിടെ ഒരു വീടിൻ്റെ ഈവൻ അവശിഷ്ടം അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫുൾ വീട് അവിടെ കിടക്കുന്നുണ്ട്. നോക്ക്, അകത്ത് ആരും ഉണ്ടോ എന്ന് പോലും നമുക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ ഇറങ്ങിയാൽ ചിലപ്പോൾ താന്നു പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും 2 ദിവസം കൊണ്ട് ഇവിടെ നല്ല തെരച്ചിൽ നടത്തുന്നതിലാണ് നമുക്ക് അറിവ് കിട്ടിയ കേട്ടോ. ഈ ഒരു വീട് കണ്ടില്ലേ, ഇതും ഒരു വീടിൻ്റെ മുറ്റാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ കണ്ടോ, ഇതൊരു മുറ്റാണ്. ഈ 3-4 വീടുകളുടെ ഇടയിൽ കൂടെ ഒരു മുറ്റം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. കാരണം അത്രയും സ്പേസാണ് 2 വീടും തമ്മിലുള്ളത് കേട്ടോ. പക്ഷേ ആ വീടിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള വീടാണ്, അതായത് അതിൻ്റെ വലത് ഭാഗത്തുള്ള വീടുകളാണ് ഏറ്റവും കൂടുതൽ തകർന്നു പോയിട്ടുള്ളത്. ബാക്കിയുള്ളതിനൊക്കെ താഴെ കൂടെ മണ്ണ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഫുള്ളായിട്ട് തകർന്നു പോയിട്ടുണ്ട്. അവിടെ കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങളും പേനകളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്.
ഇപ്പോൾ ഞാൻ കയറി നിൽക്കുന്നത് കണ്ടോ, ഇപ്പോൾ കയറി നിൽക്കുന്നത് ഒരു വീടിൻ്റെ ബീമാട്ടോ, ബീമുമാണ് കയറി നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ അത്താരി ഉണ്ടോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ ആ വീട്ടിലൊരു ബോഡി കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ, അവിടെ ഒരു ബോഡി കണ്ടെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ ഇവിടെയുള്ള ആളുകളെ ബോഡികളല്ല, മേലെ ഞാൻ പറഞ്ഞല്ലോ മേലെ ഭാഗത്ത് നിന്ന് പൊട്ടിയിട്ടാണ്, ആ പൊട്ടി അവിടെ നിന്നാണ് ബോഡി വന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ആളുകളൊക്കെ സേഫാണെന്നും പറയുന്നുണ്ട്. നമ്മൾ രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് കയറുന്നുണ്ട്. ഇത് കണ്ടോ, അത് മറ്റൊരു വീടാണേ. അവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അതിന് മേലെ നമ്മൾ അടുക്കള ഭാഗമാണ് കാണുന്നത് കേട്ടോ. അടുക്കളൻ്റെ എന്താ പറയുക, മേലെ നമ്മൾ വെക്കുമല്ലോ, നമ്മുടെ റാക്കിൻ്റെ മുകളിൽ സാധനം വെക്കുന്ന ആ സാധനങ്ങളൊക്കെ അതേപോലെ അവിടെ ഉണ്ട്. അടുക്കള ഫുള്ളായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ് അങ്ങനെ വെള്ളം വന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. എന്തൊരു അവസ്ഥയാണ്. ഇനി ഒരു അപകടം ഇങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ചിട്ടോ. കേരളം മൊത്തം നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയും ഭീകരമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റുക. നമ്മൾ വീഡിയോ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭീകരതയാണ് കേട്ടോ. നിങ്ങളെ പേരെന്തേനി? എൻ്റെ പേര് അർഷാദ്. അപ്പോൾ ഇതാണ് നമ്മുടെ അർഷാദ് ബ്രോ നിങ്ങൾ സത്യം മരണം മുന്നിൽ കണ്ടെന്ന് പറയില്ലേ, എന്തായിരുന്നു ആ അവസ്ഥ പറയാൻ പറ്റുമോ? അവസ്ഥ കണ്ടിരുന്ന പറയാൻ ഭയങ്കര ഇതാണ്. എന്ന് വെച്ചാൽ അത് ഭയങ്കര വെള്ളം വരലും ഭയങ്കര മരങ്ങൾ ഒഴുകി വരലും അതിൻ്റെ ഇടയിലാണ് ആൾക്കാരുണ്ടായിരുന്നത്. ഓക്കെ, ഭയങ്കര ഒരു ദയനീയ അവസ്ഥയാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് അതിൻ്റെ ഹെൽപ്പിന് ആരും കിട്ടിയിട്ടില്ല അല്ലേ? ഇല്ല, ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഫാമിലിക്ക് സേഫ് അല്ലേ? സേഫ് ആണല്ലേ. ഓക്കെ, ഇതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ വെള്ളം വന്ന് വരാണ്ടായിരുന്നോ? ഇല്ല, ഇവിടെ ഇതിനു മുമ്പ് 2019 വന്നു, പക്ഷെ അത് ഇത്ര തന്നെ ഉണ്ടായിട്ടില്ല. ഇത്ര ഉണ്ടായിട്ടില്ല. അന്ന് വില്ലേജിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് ജനൽ പൊക്കത്തിലുള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ ഏരിയയിൽ ഏകദേശം എത്ര വീട് പോയി പറയാൻ പറ്റുമോ? ഈ ഏരിയയില നിങ്ങളിപ്പോൾ താമസിക്കുന്നത് നമ്മളൊരു വീടിന്റെ കണക്ക് ശരിക്കും കിട്ടൂല, നമുക്ക് എത്രയാണെന്നുള്ളത് കിട്ടൂല. ഇല്ല അല്ലേ? എന്താ വെച്ചാൽ ഇപ്പോൾ വീട് കിടന്ന സ്ഥലത്ത് ഫുള്ള് മരം കാര്യങ്ങളും വന്ന് ഒന്നായി വലിയ മരങ്ങളാണ് അടിഞ്ഞുകൂടി കിടക്കുകയാണെങ്കിൽ ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ടോ എന്തൊക്കെയുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ലായിരുന്നു. വീട് കിടന്ന സ്ഥലത്ത് അത് ഞാൻ വന്നപ്പോ ഒരു 6-7 വീടിനുള്ളിൽ ഞാൻ കയറിയപ്പോ ഞാൻ തന്നെ ഇപ്പൊ 2 ബോഡി കണ്ടു. അതിപ്പോ ജീവനോട് ഇറങ്ങി പോന്നപ്പോ നമ്മൾ ഈ വീട്ടിൽ നിന്നാണ് കണ്ടത്. അപ്പോ ഇതിന് സുരക്ഷയായിട്ട് ഇതിന് മുന്നേ വന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സർക്കാർ അങ്ങനെ ഉണ്ടായിരുന്നോ, കിട്ടിയിരുന്നോ? സർക്കാർ വന്ന് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, ഇപ്പത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടെന്നുള്ളൊരു അനുഭവം. അതായത് പെട്ടെന്ന് രാത്രി ആയി പോകല്ലോ, എല്ലാവരും ഉറക്കത്തിൽ പെടുന്ന ടൈമാണ്. പിന്നെ അതുമല്ല ആ സമയം തന്നെ ഇവിടുന്ന് വീടുകളൊക്കെ ഒഴിഞ്ഞു പോയിരുന്നോ? ഏകദേശം ഒരു ആ സൈഡിലുള്ള ഒരു 3-4 വീടുകൾ. പിന്നെ പിറ്റേ ദിവസം തന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേനും ഇവിടുന്ന് ഇതിൻ്റെ ഒരു ചെറിയ സൂചന അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത്ര ഇങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കണില്ല, നമുക്ക് ഇത്ര ഇങ്ങോട്ട് കയറി വരലില്ലായിരുന്നു.